പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും കപ്പുള്ളിപ്പാലാട്ടെ കോമനാര് എന്ന 6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ഭാഗം തച്ചോളിത്തറവാട്ടിലേക്ക്. അധ്യായം 6 കപ്പുള്ളിപ്പാലാട്ടെ കോമനാര്, ഭാഗം 5 തച്ചോളിത്തറവാട്ടിലേക്ക്. പൊന്നുമകനെ കോമ, നീ തച്ചോളിത്തറവാട്ടോളം പോണം. നേരമ്മാവനെ കണ്ട് കാര്യങ്ങളെല്ലാം ഉള്ളവണ്ണം ധരിപ്പിക്കണം. അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് കോമൻ നിലേറയിൽ ചെന്ന് ചമയങ്ങൾ എടുത്തണിഞ്ഞു. അമ്മയോട് യാത്ര ചൊല്ലി തച്ചോളിത്തറവാട്ടിലേക്ക് പുറപ്പെട്ടു. മൂവന്തി മയങ്ങിയ നേരത്താണ് കോമൻ പാലാട്ട് നിന്നിറങ്ങിയത്. വഴിയേറെ നടന്ന് അവൻ തച്ചോളി വീട്ടിൻ്റെ പടിപ്പുരയിലെത്തി. പടിയും പടിപ്പുര കടന്ന് കോമൻ പടകാളി മുറ്റത്ത് ചെന്നു. നാലുകെട്ടിൻ്റെ വാതിലിൽ മുട്ടി. അമ്മായി എന്ന് പലവട്ടം വിളിച്ചു. ആരാ നേരം കെട്ട നേരത്ത് വന്ന് വിളിക്കുന്നതെന്നായി കുഞ്ഞാൻ ചീരു. വാതിൽ തുറക്കണം കുഞ്ഞമ്മായി, ഇതു ഞാനാണ്, കപ്പുള്ളിപ്പാലാട്ടെ കൊങ്കിയമ്മയുടെ മകൻ കോമൻ. അത് കേട്ട് കുഞ്ഞമ്മായി വേഗം വാതിൽ തുറന്നു. കുന്നത്തിളം കൊന്ന പൂത്ത പോലെ മഴക്കാറിൽ ചന്ദ്രനുദിച്ച പോലെ. പടകാളി മുറ്റത്ത് നിൽക്കുന്ന മരുമകനെ കണ്ട് കുഞ്ഞമ്മായിക്ക് സന്തോഷം അടക്കാനായില്ല. നീ വന്നുവല്ലോ പൊന്നുമകനെ എന്ന് പറഞ്ഞുകൊണ്ട് കോമനെ ചേർത്ത് പിടിച്ചു. കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തെക്കിനിത്തറയിൽ പുൽപ്പായ വിരിച്ച് മരുമകനെ ഇരുത്തി. നിന്നെ പെറ്റ കാലത്ത് അമ്മായിയും നിന്റെ അമ്മാവനും നിന്നെ ഒരു നോക്കു കാണാനായി പാലാട്ട് വന്നു. നാത്തൂൻ നിന്നെ കാട്ടിത്തന്നില്ല. അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് ഞാനും നിന്റെ അമ്മാവനും. ഇന്ന് ഇത്ര നാളുവരെ പിന്നെ ആ പടി ചവിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് മകനെ നിന്നെ കാണാൻ വിധിയുണ്ടായത്. ഈ നട്ടപ്പാതിര നേരത്ത് എന്തിനാണ് നീ വന്നത്? അമ്മാവനെ ഒന്ന് കാണണം. അമ്മാവൻ എങ്ങോട്ട് പോയതാണ് അമ്മായി? എപ്പോൾ മടങ്ങി വരും? എപ്പോൾ വരുമെന്ന് ഒരു നിശ്ചയമില്ല മരുമകനെ. നിന്റെ അമ്മാവൻ ഒരു നേരവും വീട്ടിലിരിക്കില്ല. വെളുക്കുമ്പോൾ പോയാ കറുക്കുമ്പോൾ വരും, കറുക്കുമ്പോൾ പോയാ വെളുക്കുമ്പോൾ വരും. ആ മൊഴി കേൾക്കെ കോമൻ്റെ മുഖം വാടി. എന്തേ നിന്റെ മുഖം വാടിയത്? ഉള്ളവണ്ണം അമ്മായിയോട് പറ. എനിക്കൊരു അപരാധദോഷം വന്നു പെട്ടു അമ്മായി. എന്തൊരു ദോഷം വന്നു മകനെ നിനക്ക്? പണ്ടേക്കു പണ്ടേ ശത്രുക്കളാണല്ലോ കപ്പുള്ളിപ്പാലാട്ടുകാരും 90-ാം വീട്ടുകാരും. 90-ാം വീട്ടിലെ കുറുപ്പന്മാരുടെ പെങ്ങൾ ഉണ്ണിയമ്മയെ ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു അമ്മായി. അവളുടെ കിടപ്പറയിൽ ഞാൻ എൻ്റെ കത്തി വെച്ച് മറന്നു പോന്നു. ആ കത്തി അവളുടെ ഏട്ടത്തി ഉണിച്ചിരുത കണ്ടു. കത്തി അവൾ ഓപ്പമാരെ ഏൽപ്പിച്ചു. വള്ളോപ്പുലേൻ്റെ കത്തിയാണെന്ന് ആ നുണച്ചി കൊല്ലനെ കണ്ട് ഓപ്പമാരോട് പറയിപ്പിച്ചു. ഓപ്പമാർ ഉണ്ണിയമ്മയെ അപരാധദോഷം ചാർത്തി വെണ്ണീറ്റുപുരയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ദാഹിച്ച വെള്ളം പോലും പാവത്തിന് കൊടുക്കുന്നില്ലെന്നാണ് കേൾവി. ഇനി എന്തു വേണം എൻ്റെ കുഞ്ഞമ്മായി? നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട, അമ്മാവൻ വരട്ടെ. ആ നേരത്താണ് കുഞ്ഞുദയോൻ്റെ വരവ്. കൂടെ ഉറ്റ ചങ്ങാതിയായ കണ്ടാച്ചേരി ചാപ്പനുമുണ്ട്. നാലുകെട്ടിനകത്ത് പുരുഷന്റെ സംസാരം കേൾക്കെ കുഞ്ഞുദയോന് സന്ദേഹമായി. നീ കേൾക്കുന്നില്ലേ കണ്ടാച്ചേരി? അന്യപുരുഷൻ ആരോ അകത്തുണ്ട്. ചീരു അവനോട് കൊഞ്ചിക്കുഴയുന്നു. ഈ നായാട്ടുതോക്കുകൊണ്ട് അവളെയും അവളുടെ ഇഷ്ടക്കാരനെയും ഈ നിമിഷം വെടിവെച്ച് കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞുദയോൻ നിറത്തോക്ക് നീട്ടി. ചാപ്പൻ തോക്കിന്റെ കുഴലിൽ കേറിപ്പിടിച്ചു. ഒന്നടങ്ങെൻ്റെ കുറുപ്പേ, ഞാനൊന്ന് നോക്കി വരാം. ചാപ്പൻ വാതിലിൽ മുട്ടി വിളിച്ചു. കുഞ്ഞാൻ ചീരു വാതിൽ തുറന്നു. ചീരുവിൻ്റെ പിന്നിൽ കപ്പുള്ളിപ്പാലാട്ടെ കോമനാരെ കണ്ടു. ചാപ്പൻ കുഞ്ഞുദയോനെ വിളിച്ചു പറഞ്ഞു, വന്നാലും കുറുപ്പേ, അത് മാറ്റാനല്ല. കുറുപ്പിൻ്റെ സ്വന്തം മരുമകൻ പാലാട്ടെ കോമനാണ്, കൊങ്കിയമ്മയുടെ ഓമനപുത്രൻ. ചാപ്പൻ്റെ മൊഴി കേട്ട് കുഞ്ഞുദയോന് ബോധക്കേട് വന്നു. ആളറിയാതെ തോക്കിൻ്റെ കാഞ്ചി വലിച്ചിരുന്നെങ്കിൽ ലോകനാർക്കാവിലമ്മ കാത്തു. പരിഭ്രമത്തിനിടയ്ക്ക് തോക്ക് പൊട്ടി. ഭാഗ്യത്തിന് ഉണ്ട മേൽപോട്ടാണ് പോയത്. അമ്മാവനെ കണ്ട് കോമൻ ഓടി വന്നു. കാൽക്കൽ വീണ് ആചാരം ചെയ്തു. കുഞ്ഞുദയോൻ മരുമകന്റെ നെറുകയിൽ തൊട്ട് അനുഗ്രഹം കൊടുത്തു. പിടിച്ചെണീപ്പിച്ച് മാറോട് ചേർത്തു. വിശേഷങ്ങളൊക്കെ കുഞ്ഞാൻ ചീരു കുഞ്ഞുദയോനെ കേൾപ്പിച്ചു. അത് കേട്ട് കുഞ്ഞുദയോൻ പുഞ്ചിരി കൊണ്ടു. അമ്മാവൻ കോമനെ വിളിച്ചു. നീ നാളെ അയ്യപ്പൻകാവിലെ വേല കാണുവാനായി ഉണ്ണിയമ്മയെ കൂട്ടിക്കൊണ്ടു പോകണം. അവളെ കല്യാണ ചമയങ്ങൾ അണിയിക്കണം. ചമയങ്ങൾ നിന്റെ അമ്മായി തരും.
നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കളരിവിദ്യയിൽ നിന്നെ വെല്ലാൻ ആരുമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പോരാത്തതിന് നീ തുളുനാടൻ വിദ്യയും ഗ്രഹിച്ചിട്ടുണ്ട്. കുഞ്ഞുദയ്യോൻ പിന്നെ ചീരുവിനോട് പറഞ്ഞു, നിന്റെ കല്യാണ ചമയങ്ങൾ കോമന് കൊടുക്കണം. ഉണ്ണിയമ്മയെ അണിയിച്ചൊരുക്കി നാളെ കാലത്ത് അവൻ അയ്യപ്പൻ കാവിലെത്തിക്കട്ടെ. കുഞ്ഞൻ ചീരു അവളുടെ പെട്ടി തുറന്നു. പട്ടുതുണികളും മാറിലണിയാനുള്ള ആഭരണങ്ങളും കൈവിരൽ കാറിനും പൊന്മോതിരങ്ങളും 2 കൈയിനും പൊൻവളകളും മാറാപ്പിലാക്കി കെട്ടി. മാറാപ്പ് കുഞ്ഞുദയ്യോൻ്റെ അരികെ വെച്ചു. കാര്യാനകളിലൊന്നിനെ കൊണ്ടുവരാൻ ചാപ്പനെ വിട്ടു കുഞ്ഞുദയ്യോൻ. ചാപ്പൻ ആനയെ തുരടഴിച്ച് കുളിപ്പിച്ചു കൊണ്ടുവന്നു. ചമയങ്ങൾ അണിയിപ്പിച്ചു. നേരം പുലരാറായല്ലോ മരുമകനെ, വേഗം പാലാട്ടേക്ക് മടങ്ങിച്ചെല്ല്. അമ്മയോട് യാത്ര ചൊല്ലി അവിടുന്ന് പുറപ്പെട്ട് 90-ാം വീട്ടിൽ ചെല്ലണം. നീ അവിടെ എത്തുമ്പോഴേക്കും 90-ാം വീട്ടിലുള്ളവർ അയ്യപ്പൻ കാവിലെ വേല കാണാൻ ഇറങ്ങിയിട്ടുണ്ടാവും. ഉണ്ണിയമ്മയെ കല്യാണ ചമയങ്ങൾ അണിയിച്ച് അവളെയും കൊണ്ട് നീ അയ്യപ്പൻ കാവിലെത്തണം. നിങ്ങളെ കാത്ത് ഞാനും കണ്ടാച്ചേരിയും കാവിലുണ്ടാവും. കാര്യാനപ്പുറത്ത്. അങ്ങനെ തന്നെ എന്ന് വാക്കു പറഞ്ഞ് കുഞ്ഞമ്മായിയോട് നേരമ്മാവനോട് യാത്ര ചൊല്ലി കോമൻ ആനപ്പുറത്തേറി. പടിയും പടിപ്പുരയും കടന്ന് ആ നാടും ദേശം കടന്നുപോയി. കപ്പുള്ളി പാലാട്ടെത്തി. ആനപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ പടിപ്പുര കടന്ന് പടകാളി മുറ്റത്തെത്തി. ആനയെ തുരടിട്ടു പൂട്ടി. ആനയ്ക്ക് തിന്നാൻ ഈന്തപ്പട്ട വെട്ടിക്കൊടുക്കാൻ തീയച്ചക്കനെ ഏർപ്പാടാക്കി. 4 കെട്ടിനകത്ത് ചെന്ന് ഉണ്ടായതെല്ലാം അമ്മയോട് പറഞ്ഞു. അയ്യപ്പൻ കാവിൽ ഇന്ന് വേലയാണ്. അമ്മാവനും ചങ്ങാതി കണ്ടാച്ചേരിയും കാവിലുണ്ടാവും. ഉണ്ണിയമ്മയെ കല്യാണ ചമയങ്ങൾ അണിയിച്ച് ആനപ്പുറത്തിരുത്തി കാവിലെത്തിക്കൊള്ളണമെന്ന് ശട്ടം കെട്ടിയിരിക്കുന്നു അമ്മാവൻ. വേഗം ചോറ് കാലാക്കൂ അമ്മേ, ഞാൻ കുളിച്ചു വരട്ടെ. മാറാപ്പ അമ്മയെ ഏൽപ്പിച്ച് കോമൻ കുളിപ്പാനായി വീട്ടുകുളത്തിലേക്ക് നടന്നു. കച്ചയഴിച്ച കടവത്ത് വെച്ചു. ഗംഗയെ ഉണർത്തി കുളിച്ചു കയറി. ചന്ദനക്കല്ലിൻ്റെ അരികെ ചെന്ന് ചന്ദനമുരസി കുറി വരച്ചു. പൊന്നുരച്ച് തിലകം തൊട്ടു. കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശി. 4 കെട്ടിൽ അവൻ്റെ അറയിൽ കടന്ന് ഈറൻ പകർന്നു. അമ്മ പൂവനില മുറിച്ചുകൊണ്ടുവന്നു. തെക്കിനി തളത്തിൽ വീരാളി മന്നൻ തടുക്കൊന്നെടുത്തിട്ടു. തരിയിട്ട കിണ്ടിയിൽ വെള്ളമെടുത്ത് കോമൻ കൈവായ് മുഖവും ചിതം വരുത്തി. അമ്മ ചോറും കറികളും വിളമ്പി. കോമൻ ചോറ്റിൻ വലഭാഗെ ചെന്നിരുന്നു. മുഴുക്ക് നെയ്യ് അമ്മ മകൻ്റെ ചോറിലേക്ക് ഒഴിച്ചു. കോമൻ വായ്ക്കു രസത്തോടെ ഊണ് തുടങ്ങി. അമ്മേ, എനിക്ക് പോകേണ്ടുന്ന നേരമായി. ഉണ്ണിയമ്മയ്ക്കുള്ള ചോറ് പൊതിയാക്കി കെട്ടി തന്നാലും. അത് കേട്ടപാടെ അമ്മ പൂവനില വാട്ടി ചോറും കറിയും വിളമ്പി പൊതിയാക്കി കെട്ടി. കോമൻ വെറ്റിലപ്പെട്ടിയെടുത്ത് കളിത്തിണ്ണയിൽ ചെന്നിരുന്നു. വെറ്റില മുറുക്കി. വെറ്റിലയും പാക്കും ഉണ്ണിയമ്മയ്ക്കും കരുതി. മുറുക്കിക്കഴിഞ്ഞ കൈവായ് മുഖവും ചിതവും വരുത്തി കോമൻ നിലയറയിലിറങ്ങിച്ചെന്നു. മൈവർണ്ണപ്പെട്ടി തുറന്നു വെച്ചു. ചമയങ്ങളെല്ലാം എടുത്തണിഞ്ഞു. പൂക്കച്ച മാറാപ്പഴിച്ച് കുഴലിൽ തെറുത്തുവെച്ച പൂക്കച്ച എടുത്തു. ഉരുമി പരിച തൊഴുതെടുത്തു. നിലയറ പൂട്ടി 4 കെട്ടിൻ്റെ പൂമുഖക്കോലായിൽ വന്നു. അപ്പോൾ കോമന് അങ്കക്കലി കൊണ്ടു. അവൻ ആലില പോലെ വിറച്ചു തുടങ്ങി. തഞ്ചം പകരുന്നു കോമനല്ലോ പന്തു കണക്കിലും ചുരുട്ടി കച്ച. ആകാശം ചൂണ്ടിയേറിയുന്നുണ്ട് 5 വരുന്ന മുമ്പിൽ. പകിരി തിരിഞ്ഞങ്ങു കെട്ടി കച്ച. വടക്കഞ്ഞോറി വെച്ചു കൂന്തൽ വെച്ചു. തെക്കഞ്ഞോറി വെച്ചഴകു വെച്ചു. ആനമുഖം വെച്ചു കെട്ടി കച്ച. കുതിരമുഖം വെച്ചു കെട്ടുന്നുണ്ട്. അങ്കവാലും തൊങ്കലിട്ടു കെട്ടി. ചന്തം പെരുമയിൽ കെട്ടി കച്ച. അങ്കപ്പട്ട ഞൊറിഞ്ഞുടുത്തു. മേൽമുണ്ട് നന്നായി ചുറ്റി. അരയിൽ കോട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാണം പൂട്ടി. പൊന്നും തൊപ്പി തലയ്ക്കണിഞ്ഞു. പൊൻകുപ്പായമിട്ട് ഇടമുറുക്കി. കോമൻ ഉറുമി പരിച തൊഴുതെടുത്തു. കാട്ടിലിളമാൻ ചാടും പോലെ പടകാളി മുറ്റത്തേക്ക് ചാടി. പരിച ഇളക്കി തുടക്കടിച്ചു. ഇടിവാള് പോലെ ഉറുമി വീശി. 4 ദിക്കിലും ആ നാദം കേട്ടു. ഉറുമിയുടെ നാദം കേട്ട് കുഞ്ഞുദയ്യോൻ ചാപ്പനെ വിളിച്ചു. വേഗം പുറപ്പെടുക കണ്ടാച്ചേരി. കോമൻ പാലാട്ട് നിന്നിറങ്ങുന്ന കോലാഹലമാണ് ആ കേട്ടത്. അയ്യപ്പൻ കാവിലെ വേല കാണാൻ. കോമൻ കാര്യാനയുടെ തുരുടഴിച്ചു. കുഞ്ഞമ്മായി കെട്ടിക്കൊടുത്ത കല്യാണ ചമയങ്ങളുടെ മാറാപ്പിൽ ഉണ്ണിയമ്മയ്ക്കുള്ള ചോറ്റും പൊതിയും വെച്ചു. കോമൻ്റെ പുറപ്പാട് കണ്ട് അമ്മ ഇളമുള പൊട്ടും പോലെ അലറിക്കരഞ്ഞു. ആലിപ്പഴം പോലെ കണ്ണീര് തൂകി.
അമ്മയുടെ അരികെ ചെന്ന് കോമൻ കാൽക്കൽ വീണ് ആചാരം ചെയ്തു. അമ്മയെ സമാധാനിപ്പിച്ചു. അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അമ്മയുടെ മകൻ ജയിച്ചു വരും. എനിക്ക് തുണയായി എൻ്റെ നേരമ്മാവനായ തച്ചോളി ഉദയൻ കുഞ്ഞുദയോനുണ്ട്. അമ്മ മകൻ്റെ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചു. കോമൻ ആനപ്പുറത്തു കയറി പടിയും പടിപ്പുര കടന്ന് അവൻ നിമുരം കിഴക്കോട്ട് പോയി. നിമുരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ എന്നാണ്. 90-ാം വീട്ടിലെത്തുന്നതിന് മുമ്പേ കോമൻ ആനയെ വഴിയിൽ നിന്ന് മാറ്റി ഒരിടത്ത് മറഞ്ഞു നിർത്തി. കുറുപ്പന്മാർ 7 പേരും നുണച്ചുണ്ടി ഉണിച്ചിരുതയും അവളുടെ നായര് വാഴുന്നോരും വേല കാണാൻ അയ്യപ്പൻകാവിൽ പോകാനുള്ള പുറപ്പാടിലാണ്. വാതിലുകളെല്ലാം അടച്ചുപൂട്ടി മൂത്ത കുറുപ്പ് തീയച്ചക്കനെ അടുത്തു വിളിച്ചു. അയ്യപ്പൻകാവിൽ വേല കാണാൻ പോകുന്നു. ഞങ്ങൾ വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. വെണ്ണീറ്റുപുരയിൽ കഴിയുന്ന ഉണ്ണിയമ്മയുടെ കണ്ണു നിറഞ്ഞൊഴുകി. താൻ ഏറിയ കാലം കണ്ട വേല ഇപ്പോഴിതാ തനിക്ക് മാത്രം മുടങ്ങിപ്പോയിരിക്കുന്നു. എല്ലാം ദൈവവിധിയാണെന്ന് നനച്ച് ഉണ്ണിയമ്മ കണ്ണീർ തുടച്ചു. കുറുപ്പന്മാർ വഴിതിരിഞ്ഞു പോകുന്നത് കോമൻ ആനപ്പുറത്തിരുന്ന് കാണുന്നുണ്ട്. വേഗം ആനയെ നടത്തിച്ച് 90-ാം വീട്ടിലെ പടിപ്പുരയിലെത്തി. പടിയും പടിപ്പുര കടന്ന് പടകാളി മുറ്റത്ത് ചെന്നു. ആനപ്പുറത്തേറി കോമന്മാരുടെ വരവ് കണ്ട് ഉണ്ണിയമ്മ ആഹ്ലാദിച്ചു. ആനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി കോമൻ ഉണ്ണിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. കോമനെ കണ്ട സന്തോഷത്തിൽ അവൾ കരയാൻ തുടങ്ങി. 2 കവിളിലും കണ്ണീര് കൊണ്ട് നനഞ്ഞു. എന്തിനു കരയുന്നു പെൺകിടാവേ? ഒന്നുകൊണ്ട് നീ വ്യസനിക്കേണ്ട. നിന്റെ ഓപ്പമാർ 7 പേരും എൻ്റെ നേർക്ക് നേരെ നിൽക്കില്ല. അയ്യപ്പൻകാവിലെ വേല കാണാൻ നമ്മളും പോകുന്നു. വേഗം കുളിച്ചുവായോ. ആ മൊഴി കേട്ട് ഉണ്ണിയമ്മ കുളിക്കും കുളക്കടവിൽ ചെന്നു. അരയോളം നീറ്റിലിറങ്ങി നിന്നു. ഗംഗയെ ഉണർത്തി കുളി കഴിച്ചു. നനമുണ്ട് പിഴിഞ്ഞു തോർത്തി. വേഗത്തിൽ മേൽപോട്ട് കയറി. ചന്ദനക്കല്ലിൻ്റെ അരികെ ചെന്ന് ചന്ദനമുരസി കുറി വരച്ചു. പൊന്നുരച്ച് തിലകം തൊട്ടു. കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി. അഞ്ജനമുരസി കണ്ണെഴുതി. കസ്തൂരി കളഭങ്ങൾ പൂശിക്കൊണ്ട് കോമൻ്റെ അരികത്ത് ചെന്നു. കോമൻ മാറാപ്പഴിച്ച് ചോറ്റുംപൊതി എടുത്തു കൊടുത്തു. ഇലപ്പൊതി തുറന്ന് അവൾ വായ്ക്ക് രസത്തോടെ ഊണ് കഴിച്ചു. കൈവായി മുഖവും ചിതം വരുത്തി വെറ്റില മുറുക്കി. അയ്യപ്പൻകാവിലേക്ക് പോകാൻ ഇനി ഒട്ടും താമസം വേണ്ടെന്നായി കോമൻ. മാറാപ്പിനകത്തുണ്ടല്ലോ കുഞ്ഞമ്മായിയുടെ കല്യാണ ചമയങ്ങൾ. ഉണ്ണിയമ്മ ചമയങ്ങൾ ഓരോന്നായി എടുത്തണിഞ്ഞു. പച്ചോലപ്പട്ട് ചുളി തീർത്ത് ഞൊറിഞ്ഞുടുത്തു. പട്ടിനു മീതെ മേൽമുണ്ട് ചുറ്റി. മേൽമുണ്ടിനു മേലെ കോട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാണം പൂട്ടി. മാറിൽ ഇളക്കത്താലിയും മുത്തുമാലയും ചാർത്തി. 2 കൈക്കും പൊൻവളകളും കൈവിരൽ കാറിനും പൊന്മോതിരങ്ങളും അണിഞ്ഞു. കോമൻ കൈപിടിച്ച് അവളെ ആനപ്പുറത്തു കയറ്റി. കൂടെ താനും കയറി. പടിയും പടിപ്പുര കടന്ന് ആ നാടും ദേശം കടന്ന് അവർ അയ്യപ്പൻകാവിൽ ചെന്നു. ആൽത്തറമുകളിൽ കയറി നിന്ന് വേല കാണുകയായിരുന്നു കുറുപ്പന്മാരും പെങ്ങൾ ഉണിച്ചിരുതയും അവളുടെ നായർ വാഴുന്നോരും. ഉണ്ണിയമ്മ ആനപ്പുറത്ത് കയറി വരുന്ന വരവ് ഏട്ടത്തി ആങ്ങളമാർക്ക് കാട്ടിക്കൊടുത്തു. കണ്ടില്ലേ, ആനപ്പുറത്ത് അവളുടെ പിന്നിലിരിക്കുന്ന ചെക്കനാണ് പാലാട്ടെ കൊങ്കിയമ്മയുടെ മകൻ കോമൻ. ഉണിച്ചിരുതയുടെ മൊഴി കേട്ട് കുറുപ്പന്മാർ കോപം കൊണ്ട് കത്തി. അവരുടെ കൂട്ടത്തിൽ ചാത്തക്കുട്ടിയില്ലല്ലോ, അവൻ വേല കണ്ടു നടക്കുകയാവും. അവർ ആൽത്തറ മുകളിൽ നിന്ന് ചാടിയിറങ്ങി വാൾ ഊരിക്കൊണ്ട് ആനയുടെ നേർക്ക് ചെന്നു. ഉണ്ണിയമ്മ ആനപ്പുറത്തിരുന്ന് വിളിച്ചു പറഞ്ഞു, ഓപ്പമാരെ, ആളറിയാതെ അടുക്കരുതേ. തച്ചോളിയൊതേനക്കുറുപ്പിൻ്റെ മരുമകൻ കപ്പുള്ളിപ്പാലാട്ടെ കോമന്നാരാണ് ആനപ്പുറത്തിരിക്കുന്നത്. ഇവൻ അഭ്യാസികൾക്കും അഭ്യാസിയാണ്. തുളുനാടൻ വിദ്യ പഠിച്ചോനാണ്. ഇവനോട് എതിരിടാൻ നിന്നാലോ എൻ്റെ ഓപ്പമാരെ 6 ആളുടെ തലയും ഈ മണ്ണിൽ വീണുരുളും. കുറുപ്പന്മാർ മുഖത്തോട് മുഖം നോക്കി. ഇനി എന്തു വേണ്ടു എന്ന ആലോചനയായി. അപ്പോഴവിടേക്ക് കുഞ്ഞുദയോനും ചങ്ങാതിയായ കണ്ടാച്ചേരി ചാപ്പനും വന്നു. അമ്മാവനെ കണ്ട് കോമൻ ആനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി കാൽക്കൽ വീണ് ആചാരം ചെയ്തു. 90-ാം വീട്ടിലെ കുറുപ്പന്മാരെ, ഇവൻ എൻ്റെ മരുമകനാണ്. ഇവൻ നിങ്ങളുടെ പെങ്ങളോടൊത്ത് ഒരു രാത്രി കഴിച്ചുകൂട്ടി. അവളുടെ അറയിൽ കത്തി മറന്നു വെച്ചു. അതത്ര വലിയ അപരാധ ദോഷമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ദോഷം പറഞ്ഞ് നിങ്ങൾ ഉണ്ണിയമ്മയെ പടിക്ക് പുറത്താക്കി പിണ്ടം വയ്ക്കാൻ നോക്കുന്നോ? മൂത്ത കുറുപ്പ് ക്ഷമ പറഞ്ഞു. പൊറുക്കണം കുഞ്ഞുദയോൻ. ഉണ്ണിയമ്മയുടെ കിടക്കമടക്കിൽ നിന്നൊരു കത്തി കിട്ടി ഉണിച്ചിരുതയ്ക്ക്. കത്തി പണിത കൊല്ലനെ വരുത്തി. അത് വള്ളോപ്പുലയൻ്റെ കത്തിയാണെന്ന് കൊല്ലൻ ഉറപ്പിച്ചു പറഞ്ഞു. കോമൻ്റെ കത്തിയാണെന്ന് കുറുപ്പ് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ആളുവില കല്ലുവില്ല. കുഞ്ഞുദയോനും കുറുപ്പന്മാരും 42 കുടിപ്പിഴയും പറഞ്ഞു തീർത്തു. 90-ാം വീട് വരെ വന്നാലും കുഞ്ഞുദയോനെ, കോമനാരെ, അങ്ങനെയാവാമെന്ന് സമ്മതിച്ചു കുഞ്ഞുദയോൻ. ഉദയോനും കണ്ടാച്ചേരിയും ഉദയോൻ്റെ ആനപ്പുറത്തും കോമനും ഉണ്ണിയമ്മയും കോമൻ്റെ ആനപ്പുറത്തും കാവിൽ നിന്ന് തിരിച്ചു.
കുറുപ്പന്മാർ 7 പേരും ഉണിച്ചിരുതയും വാഴുന്നോരും ആനകൾക്കു പിമ്പേ നടന്നു. അവർ 90-ാം വീട്ടിൻ്റെ പടിപ്പുര കടന്നു. പടകാളി മുറ്റത്തെത്തി. കോമൻ ആനപ്പുറത്ത് നിന്നിറങ്ങി. കൈ പിടിച്ച് ഉണ്ണിയമ്മയെയും ആനപ്പുറത്ത് നിന്നിറക്കി. കുഞ്ഞുദയോനും ചാപ്പനും ആനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി. അതിഥികളെ തെക്കിനി തളത്തിൽ പൊന്നും പെരുമ്പായ വിരിച്ചിരുത്തി 90-ാം വീട്ടുകാർ. മൂത്ത കുറുപ്പ് ഉണിച്ചിരുതയെ വിളിച്ചു. വേഗം ചോറ് കാലാക്കു പെങ്ങളെ. ഉണിച്ചിരുത അടുക്കള കടന്നു. കൂടെ ഉണ്ണിയമ്മയും ചെന്നു. തച്ചോളിക്കുറുപ്പ് ശിക്ഷ നടപ്പാക്കുന്നു. അപ്പോൾ കുഞ്ഞുദയോൻ പറഞ്ഞു, കൊല്ലനെ വരുത്തിയാലും കുറുപ്പേ. അങ്ങനെ തന്നെയെന്ന് മൂത്ത കുറുപ്പ് അനുസരം ചൊല്ലി. കൊല്ലനെ കൂട്ടിക്കൊണ്ടുവരാൻ തീയച്ചക്കനെ അയച്ചു. തീയച്ചക്കൻ കൊല്ലനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നു. കൊല്ലൻ പടകാളി മുറ്റത്തെ വാക്കയ്യു പൊത്തി നിൽപ്പായി. അപ്പോൾ കുഞ്ഞുദയ്യൻ പൂമുഖത്തേക്ക് വന്നു. കൂടെ കുറുപ്പന്മാരും വാഴുന്നോരും പിന്നെ കോമനും കണ്ടാച്ചേരിയും. തച്ചോളിയോദയനക്കുറുപ്പ് കത്തിയെടുത്ത് കൊല്ലനെ കാണിച്ചു. ഈ കത്തി ആരുടെ കത്തിയാണ് പെരുങ്കൊല്ല? കപ്പുള്ളിപ്പാലാട്ടെ കത്തിയാണേ. അടിയൻ തീർത്തു കൊടുത്ത കത്തിയാണേ. ആരുടെ കത്തിയാണെന്നാണ് നീ കുറുപ്പിനോട് പറഞ്ഞത്? വള്ളോപ്പുലേൻ്റെ കത്തിയാണെന്നാണേ. ഉണ്ണിച്ചിരുത തമ്പ്രാട്ടി അങ്ങനെ പറയണോന്ന് അടിയനോട് പറഞ്ഞിട്ടാണേ തമ്പ്ര. കേട്ടു നിൽക്കുന്ന ഉണിച്ചിരുത മറുത്തൊരക്ഷരം പറയാതെ തല കുമ്പിട്ട് നിന്നു. കോപം കൊണ്ടു വിറച്ച കുഞ്ഞുദയൻ ഉണിച്ചിരുതയെ പടകാളി മുറ്റത്തേക്ക് വലിച്ചിഴച്ചു. ഉടവാളെടുത്ത് അവളുടെ കഴുത്തു നോക്കി ആഞ്ഞുവെട്ടി. നുണച്ചുണ്ടിയുടെ തല മുറ്റത്ത് വീണുരുണ്ടു. ഇവൾക്ക് തുണയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊല്ലൻ്റെ തലയും ഒറ്റ വെട്ടിനറുത്തിട്ടു കുഞ്ഞുദയൻ. ഒരു ചെറുവിരല് പോലും ഉയർത്താൻ കുറുപ്പന്മാർക്ക് ധൈര്യമുണ്ടായില്ല. കുഞ്ഞുദയൻ കിണറ്റിങ്കര ചെന്ന് കൈകാലുകളും മുഖവും കഴുകി വന്നു. അപ്പോഴേക്കും തെക്കിനി തളം അടിച്ചു തുടച്ച് വെടിപ്പാക്കി. പൊന്നും പെരുമ്പായ വിരിച്ച് പൂവനില വെച്ചു. തുമ്പപ്പൂ പോലുള്ള ചോറും കറികൾ 4 വിളമ്പി. ആണുങ്ങളെല്ലാവരും ഊണ് കഴിപ്പാനിരുന്നു. ഊണ് കഴിച്ചെഴുന്നേറ്റ് കൈവായ് മുഖവും ചിതം വരുത്തി പൂമുഖക്കോലായിലിരുന്ന് വിസ്തരിച്ചു മുറുക്കി. അങ്ങനെ കാലപ്പഴക്കമുള്ള കുടിപ്പക പറഞ്ഞു തീർത്ത് പുതിയ ബന്ധമുറപ്പിച്ച് കോമനെയും ഉണ്ണിയമ്മയെയും ആനപ്പുറത്തിരുത്തി തച്ചോളിയോദയനക്കുറുപ്പും കണ്ടാച്ചേരിച്ചാപ്പനും കപ്പുള്ളിപ്പാലാട്ടേക്ക് പുറപ്പെട്ടു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായമായ കപ്പുള്ളിപ്പാലാട്ടെ കോമനാര് ഇവിടെ അവസാനിക്കുന്നു.